ഹിഡൻ ലവ് എന്ന ഡ്രാമയുടെ 17ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ ഡെസ്കിലേക്ക് തല വെച്ച് ഉറക്കം നടിച്ചു കിടക്കുകയായിരുന്ന സാങ്ഷി അടുത്തേക്ക് മുഖം അടുപ്പിച്ച് ജാഷു അവളെ തൊട്ട് വിളിക്കുന്നു. കണ്ണു തുറന്ന് സാങ്ഷി അവൻ കിസ് ചെയ്യാനെന്ന പോലെ അടുത്ത് വന്നിരിക്കുന്ന കണ്ട് ഞെട്ടി എഴുന്നിട്ട് മാറുന്നു. എന്ത് ചെയ്യാൻ തുടങ്ങിയായിരുന്നു? ഞാൻ ഉറങ്ങിയതൊന്നുമില്ല, എനിക്ക് മനസ്സിലായി എന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി എന്നാണ്. ഞാൻ നിന്നെ ഉണർത്താൻ നോക്കിയതല്ല എന്നൊക്കെ അവൻ പറയുന്നു. മനസ്സിലായതെന്ന് പറയാൻ വീണ്ടും അവൻ പറഞ്ഞപ്പോൾ അവരോട് അടുത്തേക്ക് വന്നാൽ ചെവിയിൽ പറയാമെന്ന് അവൾ പറയുന്നു. അവൻ അടുത്തേക്ക് ചെന്നപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ അവൾ കവളിൽ കിസ് ചെയ്തിട്ട് മാറിയിരിക്കുന്നു. അവൻ ശരിക്കും ഷോക്കാകുന്നുണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നും പറയുന്നു. ഞാനങ്ങനെ ചെയ്തു എന്ന് കരുതി യെസ് പറഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. നീ എന്നോട് ചെയ്തതിന് പകരം ചെയ്തു എന്നേ ഉള്ളൂ എന്നവൾ പറയുന്നു. ഞാൻ എന്ത് ചെയ്താലും അതുപോലെ നീ തിരിച്ചു ചെയ്യുമെന്നാണോ പറയുന്നത് എന്നവൻ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും എന്നവൾ പറഞ്ഞു. അതിനെന്താ, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അവരോട് എല്ലാം പറയേണ്ടി വരും. ഒരു ദിവസം നേരത്തെ ആയി എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല എന്നവൻ പറയുന്നു. അവളൊന്ന് ആലോചിച്ചിട്ട് അത് ശരിയാണെന്ന രീതിയിൽ തലവിളിക്കപ്പോൾ അവൻ ചിരിക്കുന്നു. അവൾക്ക് പിന്നെയാണ് അബദ്ധം മനസ്സിലായത്. അതിന് ഞാൻ യെസ് പറഞ്ഞില്ലല്ലോ എന്നവൾ ചോദിക്കുന്നു. ഞാൻ നിന്നെ ബ്രെയിൻ വാഷ് ചെയ്തതാണെന്ന് വിചാരിച്ചാൽ മതി എന്നവൻ ചിരിയോടെ പറയുന്നു. അവൻ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നതിനാൽ സാക്ഷിക്ക് ആകെ ചമ്മൽ തോന്നി അവനോട് തിരിച്ചിരിക്കാൻ പറയുന്നു. പക്ഷെ അവൻ പിന്നെയും അവളെ തന്നെ നോക്കിയിരിക്കുന്നതിനാൽ നീ ഇവിടെ ഇരുന്നാൽ എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവനോട് എഴുന്നേറ്റ് പോകാൻ പറയുന്നു. പക്ഷെ അപ്പോഴേക്കും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ള സീനിയർ എത്തുന്നതിനാൽ അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. ജാഷു അവൾക്കൊപ്പം ഇരിക്കുന്ന ഫോട്ടോ വാങ് വേവേക്കാണ് അയച്ചു കൊടുത്തത്. അവളത് യൂഷിനെയും കാണിക്കുന്നു. കുറച്ച് ദിവസം അവളെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റാത്തതിൻ്റെ പരിഭവം തീർക്കാനായിരിക്കും അവനിങ്ങനെ ചെയ്യുന്നതെന്ന് അവർ തമ്മിൽ പറയുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവൾക്കൊപ്പം ക്യാമ്പസിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ ക്യാമ്പസിലൂടെ നടക്കാൻ നല്ല രസമുണ്ടെന്ന് അവൻ പറയുന്നു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നിരുന്നില്ലേ എന്നവൾ ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ നടക്കാനൊന്നും ആരുമില്ലായിരുന്നു, ഒറ്റയ്ക്ക് നടക്കാൻ ഒരു സുഖമില്ലല്ലോ എന്ന് അവൻ പറയുന്നു. എൻ്റെ ചേട്ടനൊപ്പം നടന്നിട്ടില്ല എന്നവൾ ചോദിച്ചപ്പോൾ നിൻ്റെ ചേട്ടൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കാൻ മാത്രം ആഗ്രഹമൊന്നും എനിക്കില്ലായിരുന്നു എന്നവൻ തമാശയിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്ന് വേവേ ഷെൻ്റെ പേര് വിളിച്ച് ബഹളം വയ്ക്കുന്നവർ കേട്ടത്. അവരും അങ്ങോട്ടേക്ക് ചെല്ലുന്നു. രണ്ട് ടീമുകൾ തമ്മിൽ ബാസ്കറ്റ്ബോൾ മത്സരം നടക്കുകയാണ്. അവിടെ വേവേ ഷെന്നെ ചിറപ്പ് ചെയ്യാനായി അവൻ്റെ പേര് ഉറക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫ്രണ്ട്സും ഒപ്പമുണ്ട്. അവളുടെ ബഹളം കണ്ട് അത് നിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് ജാഷു അവളോട് ചോദിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കളിച്ചുകൊണ്ട് നിന്നിരുന്ന മിങ് കാലുളുക്കി വീണത്. വാങ് പരിസരം പോലും മറന്ന് അവൻ്റെ അടുത്തേക്ക് ഓടുന്നുണ്ട്. കുറച്ചുപേർ അവനെ താങ്ങി സൈഡിലേക്ക് കൊണ്ടിരുത്തുന്നു. വാങ് അവൻ്റെ കാലിൽ വെക്കാൻ തണുത്ത വെള്ളമൊക്കെ നൽകുന്നുണ്ട്. ക്ലിനിക്കൽ റൂമിലേക്ക് പോകാമെന്നും പറയുന്നു. ഇതൊരു പഴയ പരിക്കാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ തന്നെ ഇരിക്കുന്നു. പക്ഷെ അവന് പകരം കളിക്കാൻ ആരെങ്കിലും കണ്ടെത്തണമല്ലോ. അപ്പോഴാണ് അവിടെ നിൽക്കുകയായിരുന്നു ജാഷുവിനോട് കളിക്കാമെന്ന് ഷങ് ചോദിച്ചത്. അവൻ പെർമിഷനായി സാങ്ഷൻ നോക്കിയപ്പോൾ കളിക്കാൻ അറിയാമെന്ന് അവൾ ചോദിക്കുന്നു. കളിയാക്കിയതുപോലെയാണ് അവൻ തോന്നിയത്. എങ്കിൽ പിന്നെ കാണിച്ചു തന്നിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ബാഗ് അവളെ ഏൽപ്പിച്ച് അവൻ കളിക്കാൻ ഇറങ്ങുന്നു. വേറെ ആർക്കും ഒരു ചാൻസ് പോലും നൽകാതെ വളരെ പെർഫെക്റ്റായി അവൻ കളിക്കുന്നു. അവൻ അത്ര നന്നായി കളിക്കുമെന്ന് അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നല്ല. അവൻ നന്നായി കളിക്കുന്നുണ്ടെന്ന് വാങ് നിങ്ങളോട് പറഞ്ഞപ്പോൾ അത് സാങ്ഷിയുടെ ബ്രദർ അല്ലേ എന്ന് അവൻ ചോദിക്കുന്നു. ശരിക്കുള്ള ബ്രദർ അല്ല എന്ന് വാങ് അവനോട് പറയുന്നുണ്ട്. എന്തായാലും ജാഷു കളിക്കാൻ അറിയാമോ എന്ന് ചോദിച്ച സാങ്ഷിയുടെ മുന്നിൽ ഒരു കിടിലൻ പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നു. അടുത്ത ഒരു ദിവസം ഹോസ്റ്റലിൽ അവർ 4 പേരും കൂടി സമ്മർ വെക്കേഷൻ്റെ പ്ലാനിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. യൂഷിൻ വെക്കേഷൻ നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെയുള്ള ഒരു ഗെയിം കമ്പനിയിൽ ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ സാങ്ഷി ആകാംക്ഷയുടെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കുന്നു. വേവേ ഷെങ്ങിനൊപ്പം ഇവിടേക്കോ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സാങ്ഷിയുടെ പ്ലാനിങ്ങിൻ്റെ കാര്യം അവൾ ചോദിക്കുന്നുണ്ട്. ജാഷുവിന് കമ്പനി കൊടുക്കാനായി വീട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നോ എന്ന് വേവേ ചോദിച്ചപ്പോൾ ജോലി തിരക്കിനിടയിൽ അവൻ എന്നെ മൈൻഡ് ചെയ്യാൻ സമയം കാണില്ല, അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്ന് അവൾ പറയുന്നു. വാങ്ങിനും ഏതെങ്കിലും കമ്പനിയിൽ ഇന്റേൺഷിപ്പിൽ നിന്ന് ചേർന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അവൾക്ക് പറ്റിയത് എങ്ങനെയുള്ള കമ്പനി ആയിരിക്കുമെന്നൊക്കെ യൂഷിൻ പറഞ്ഞു കൊടുക്കുന്നു. ഇന്റേൺഷിപ്പിന് പോയാൽ കൊള്ളാമെന്ന് സാങ്ഷിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവൾ യാനിന് മെസ്സേജ് അയച്ച് അവനോട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നു. എനിക്ക് വെക്കേഷൻ ഇവിടെ നിന്ന് ഇന്റേൺഷിപ്പ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അച്ഛനോടും അമ്മയോടും അതിനെക്കുറിച്ച് സംസാരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്താൽ അമ്മ നിന്റെ വിവാഹകാര്യം പറയുമ്പോൾ അത് ഡിലേ ആക്കാൻ ഞാനും ഹെൽപ്പ് ചെയ്യാമെന്ന് അവന് മെസ്സേജ് അയക്കുന്നു. അവൾ പക്ഷേ ബോയ് ഫ്രണ്ടിനൊപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നതെന്ന് കരുതി അവൻ അതിന് അനുവാദം നൽകുന്നില്ല. വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് തീർത്ത് പറയുന്നു. സാങ്ഷി അവൻ്റെ ഫോണിലേക്ക് വിളിച്ചെങ്കിലും കട്ട് ചെയ്തിട്ട് ഞാൻ ബിസിയാണെന്ന് പറഞ്ഞ് അവൻ മെസ്സേജ് അയക്കുന്നു. അതുവരെ മെസ്സേജ് മാത്രം അയച്ചുകൊണ്ടിരുന്ന് അവൾ കൂട്ടുകാർ കേൾക്കാതെ അവിടെ താഴെ ഒരിടത്തിരുന്നുകൊണ്ട് അവന് വോയിസ് മെസ്സേജ് അയക്കാൻ തുടങ്ങുന്നു. ചേട്ടൻ കോളേജ് പഠിക്കുന്ന സമയത്ത് പ്രേമിക്കാൻ പെൺപിള്ളേരൊന്നും കിട്ടിയില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആകണമെന്നുണ്ടോ? വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിന് ചേട്ടനേക്കാൾ പ്രായക്കൂടുതലുണ്ടെന്ന് കരുതി നമ്മുടെ അച്ഛൻ്റെ പ്രായമൊന്നുമില്ല. പിന്നെ അവൻ്റെ ഒപ്പം സമയം ചെലവഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും ജോലിയെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളത് കൊണ്ടാണ്. ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞോളാം എന്നവൾ പറയുന്നു. എനിക്ക് നിന്നോട് അസൂയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് ഓൾറെഡി ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതുകൊണ്ട് നീ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ട. ഏതായാലും വെക്കേഷന് നീ വീട്ടിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ അവിടെ വന്ന് നിന്നെ വലിച്ചേച്ച് കൊണ്ടുവരുമെന്നും അവൻ പറയുന്നു. സാക്ഷി ദേഷ്യപ്പെട്ട എന്തൊക്കെയോ കൂടി മെസ്സേജ് അയക്കുന്നുണ്ട്. എന്തായാലും അവൻ വഴി കാര്യം നടക്കില്ല എന്ന് അവൾക്ക് ഉറപ്പാകുന്നു. അന്ന് വേവേയും മറ്റ് 2 ഫ്രണ്ട്സ് കൂടി പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വരുന്ന സമയത്ത് വാങ് അവരോട് പറഞ്ഞിട്ട് മിങ്ങിനെ അന്വേഷിച്ച് ഗ്രൗണ്ടിലേക്ക് പോകുന്നു. പരിക്ക് പറ്റിയിരിക്കാതിരുന്നാൽ അവൻ കളിക്കാതെ അവിടെ നിന്ന് കളി കണ്ടിരിക്കുകയാണ്. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ഇത് ഉളുക്കിനും ചതവിനുമൊക്കെ നല്ലതാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു ബാം അവന് നൽകുന്നു. അപ്പോഴേക്കും അവൾ എവിടേക്കാണ് ഓടിപ്പോയതെന്നറിയാൻ വേവയും യൂഷിനും കൂടി അവിടെ വന്ന് എത്തി നോക്കുന്നുണ്ട്. അവർ 2 പേരും കൂടി ചിരിച്ച് സംസാരിച്ച് നിൽക്കുന്ന കണ്ടപ്പോഴേ അവർക്ക് കാര്യം മനസ്സിലാകുന്നു. സാങ്ഷിയുടെ ബ്രദറിനെ പറ്റി അറിഞ്ഞ് അവന് വിഷമമായോ എന്ന് വാങ് മിങ്ങിനോട് ചോദിക്കുന്നു. സാങ്ഷി അവൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ കണ്ടെത്തിയതിൽ ഞാൻ സന്തോഷിക്കുകയല്ലേ വേണ്ടത്, എനിക്ക് വിഷമമൊന്നുമില്ല എന്ന് അവൻ ചിരിച്ചുകൊണ്ട് പറയുന്നു. വാങ് തിരിച്ചു ചെന്നപ്പോൾ അവളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ച് വേവയും യൂഷിനും കൂടി അവളുടെ അടുത്തേക്ക് കൂടുന്നു.
കഴിഞ്ഞ ദിവസം അവൻ ഗ്രൗണ്ടിൽ വീണപ്പോൾ നീ ഓടിച്ചില്ലെന്ന് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു എന്ന് വേവേ പറയുന്നു. നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ പേടിച്ചിരിക്കാതെ അവൻ്റെ പുറകെ നടന്ന് ഇഷ്ടം പറയാൻ നോക്ക് എന്ന് യൂഷൻ പറഞ്ഞപ്പോൾ നീ ഇപ്പോൾ എൻ്റെ ട്രാക്കിലായി തുടങ്ങിയല്ലോ എന്ന് വേവേ പറയുന്നുണ്ട്. നമുക്ക് ഈ സെമസ്റ്ററിലുള്ള വീഡിയോ എഡിറ്റിംഗ് കോഴ്സിന് ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള പ്രൊജക്റ്റ് ഉണ്ടല്ലോ. ഞാൻ അവനെ ഇൻ്റർവ്യൂ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവൻ സമ്മതിക്കുമായിരിക്കുമെന്ന് വാങ് അവരോട് ചോദിക്കുന്നു. അവൻ നമ്മുടെ മുന്നിൽ തന്നെയല്ലേ, നിനക്ക് ചോദിച്ചു നോക്കിക്കൂടെ എന്ന് രണ്ടുപേരും പറയുന്നുണ്ട്. ജാഷുവിൻ്റെ ബർത്ത്ഡേ ദിവസം അവൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നവരെ സാക്ഷി അവനെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അവൻ അവളുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കിയിട്ട് കിട്ടുന്നതുമില്ല. നീ ഇപ്പോഴും ക്ലാസ്സിലാണെന്ന് ചോദിച്ച് അവൻ മെസ്സേജ് അയച്ചിട്ട് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ജോലി കഴിഞ്ഞ് ഇറങ്ങിയെന്ന് ചോദിച്ച് അവൾ റിപ്ലൈ നൽകിയത്. എനിക്കിന്ന് വൈകിട്ട് ചില പ്ലാൻസ് ഉണ്ടെന്ന് അവൻ മെസ്സേജ് അയക്കുന്നു. എന്ത് പ്ലാനാണെന്ന് അവൻ കുറച്ച് നിരാശയോടെ ചോദിക്കുന്നു. അതിന് മറുപടി നൽകാതെ അവൾ നേരെ അവൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അവൾ അവിടെ അവനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ അവനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുമുണ്ട്. അവൻ അവളെ കണ്ട് ശരിക്കും സർപ്രൈസിലാകുന്നു. നിനക്കിന്ന് രാത്രി പ്ലാൻ ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്നവൻ ചോദിച്ചപ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാനുണ്ട് എന്നവൾ പറയുന്നു. അവന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ഗിഫ്റ്റ് നൽകുകയും ചെയ്യുന്നു. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നുപോയി എന്ന് അവൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പ്രായമായി കഴിയുമ്പോൾ ഇങ്ങനെയാണ്, എല്ലാവരും അവരുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ മറന്നു പോകാറുണ്ട്. എൻ്റെ അച്ഛനും അങ്ങനെയാണെന്ന് പറഞ്ഞ് അവൾ അവനെ കളിയാക്കുന്നു. ശരി, എനിക്ക് പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് 27 വയസ്സാകുമ്പോഴെങ്കിലും വിവാഹിതനാകാൻ നീ എന്നെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നവൻ പറയുന്നു. നിനക്ക് 27 വയസ്സാകുമ്പോഴേക്കും എൻ്റെ ഗ്രാജുവേഷൻ പോലും കഴിയില്ല, അപ്പോൾ പിന്നെ നീ ആരെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന് അവൾ ചോദിക്കുന്നു. നീ എന്നോട് എസ് പറയുമെന്നല്ല ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിച്ച് അവൻ ഇടയ്ക്ക് കയറി ഗോൾ അടിക്കുന്നുണ്ട്. ഒരു നാണവുമില്ലല്ലേ എന്ന് അവൾ ചോദിച്ചപ്പോൾ, നിന്നെപ്പോലെ വളയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളെ അല്ലേ ഞാൻ പ്രേമിക്കാൻ ശ്രമിക്കുന്നത്, അപ്പോൾ പിന്നെ നാണിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നവൻ പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി കാറിൽ ബർത്ത്ഡേ ആഘോഷിക്കാനായി പോകുന്നു. ജാഷു ഭയങ്കര സന്തോഷത്തിലാണ്. എൻ്റെ ചേട്ടനും ഫെയ്യും ഒക്കെ ബർത്ത്ഡേ വിഷ് ചെയ്തോ എന്ന് വണ്ടിയിലിരിക്കുമ്പോൾ അവൾ ചോദിക്കുന്നു. അവർക്കൊക്കെ അവരുടെ ബർത്ത്ഡേ തന്നെ ഓർമ്മയുണ്ടാവില്ല, പിന്നെയല്ലേ എൻ്റെ ബർത്ത്ഡേ ഓർത്തിരിക്കുന്നത് എന്നാണ് അവൻ പറഞ്ഞത്. ഓഫീസിൽ ആരെങ്കിലും ബർത്ത്ഡേ വിഷ് ചെയ്യുകയോ സെലിബ്രേറ്റ് ചെയ്യുകയോ ചെയ്തിരുന്നോ എന്നവൾ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ നല്ല തിരക്കുള്ളതല്ലേ, ആർക്കും അതിനൊന്നും ടൈം കിട്ടിയില്ല എന്നവൻ പറയുന്നു. ആരും അവന് വിഷ് ചെയ്തില്ല എന്നറിഞ്ഞപ്പോൾ അവൾ സൈഡിലേക്ക് തിരിഞ്ഞിരുന്ന് അവൻ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇന്നത്തെ ദിവസം ഏതാണെന്ന് ഓർമ്മയുണ്ടെന്ന് ചോദിച്ച് ഞാനിന് മെസ്സേജ് അയക്കുന്നു. ആർക്കാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അവൻ ചോദിച്ചപ്പോൾ ആ സമയത്ത് ഒരു സീനിയർ മെസ്സേജ് അയക്കുന്നതിനാൽ സീനിയറാണ്, സ്റ്റഡി മെറ്റീരിയൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറഞ്ഞതാണെന്ന് അവൾ കള്ളം പറയുന്നു. അവൻ സുന്ദരനാണോ, നല്ല ഹൈറ്റ് ഉണ്ടോ എന്നൊക്കെ ജാഷു കുറച്ച് അസൂയോടെ ചോദിച്ചപ്പോൾ അവൻ ഓൾറെഡി ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പോഴാണ് ഞാൻ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചത്. വണ്ടിയിലെ സ്പീക്കർ കണക്ട് ആയിരുന്നതിനാൽ അവളും അത് കാണുന്നു. അവൾ ഒന്നും അറിയാത്ത പോലെ ചേട്ടൻ എന്തിനാണ് ഈ സമയത്ത് വിളിക്കുന്നതെന്ന് ജാഷുവോട് ചോദിക്കുന്നു. നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്യാൻ തുടങ്ങിയെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. അങ്ങനെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് വിളിച്ചതാണ്, ഈ പ്രായത്തിൽ നിനക്കൊരു ഗേൾഫ്രണ്ടിനെ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ തന്നെ അവനെ കളിയാക്കുന്നു. ജാഷു അടുത്തിരിക്കും സാങ്ഷിയെ നോക്കുന്നുണ്ട്. സാങ്ഷി നിനക്ക് ഗിഫ്റ്റ് വന്നിരുന്നോ, അത് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് എന്ന് ഞാൻ ഗമയിൽ അവനോട് പറയുന്നു. അവൾക്കത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവൾ വണ്ടിയിലുണ്ടെന്നറിയാത്തത് കൊണ്ട് മിണ്ടാതിരിക്കുന്നു. അപ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ, നീ അവനെ കണ്ടിരുന്നു എന്ന് ഞാൻ ചോദിച്ചത്. സാങ്ഷി അവൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ആകെ പെട്ട അവസ്ഥയിലിരിക്കുകയാണ്. അവനെ കണ്ടിരുന്നു എന്ന് ജാഷു കള്ളം പറയുന്നു. അവന് ആളെങ്ങനെയുണ്ട്, അവൾ ഈ വെക്കേഷൻ നാട്ടിലേക്ക് വരാൻ പോലും തയ്യാറാകാതെ അവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവൻ ഇത്രയ്ക്ക് എന്ത് പ്രത്യേകതയുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ കത്തിക്കാറാൻ തുടങ്ങിയപ്പോഴേക്കും സാക്ഷി ഇടപെടുന്നു. അവളുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ നിൻ്റെ ഒപ്പം വണ്ടിയിലുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഉണ്ട് എന്ന് അവൾ തന്നെ പറയുന്നുണ്ട്. നീ അവനെ വിഷ് ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനി ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഫോൺ വെച്ചിട്ട് പോകാൻ സാക്ഷി അവനോട് പറയുന്നു. ഞാനെന്തോ ചോദിക്കാൻ വന്നിട്ട് അത് മുഴുവൻ പറയാനുള്ള അവസരം പോലും നൽകാതെ അവൾ അവനോട് ഫോൺ കട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് പിന്നെ ചേട്ടനെ പോലെ ഫ്രണ്ട്സിനോട് ഒട്ടും സ്നേഹമില്ലാത്ത ആകാൻ പറ്റില്ലല്ലോ, പിന്നെ ആ ഗിഫ്റ്റ് ചേട്ടൻ വാങ്ങി തന്നതാണ് എന്തിനാണ് കള്ളം പറഞ്ഞത്, അത് ഞാൻ വാങ്ങിയതല്ലേ എന്നും അവൾ ചോദിക്കുന്നു. രണ്ടുപേരുടെയും കൂടി വർത്തമാനം കേട്ടിട്ട് ജാഷുവിൽ ചിരി വരുന്നുണ്ട്. ആ മുതുക്കൻ ഇപ്പോഴും ബർത്ത്ഡേ ആഘോഷിക്കാൻ നാണമില്ലേ, എന്തായാലും ഒരുപാട് ലേറ്റാകാതെ തിരികെ റൂമിലേക്ക് പോയിക്കോണമെന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ട് ചെയ്യുന്നു. ഏത് ബോയ് ഫ്രണ്ടിൻ്റെ കാര്യമാണ് അവൻ പറഞ്ഞതെന്ന് ചോദിച്ച് ജാഷു അവളെ വട്ടാക്കാൻ തുടങ്ങുന്നു. എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് എന്നല്ല, ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ അവനോട് പറഞ്ഞത്. അവൻ തെറ്റിദ്ധരിച്ചതാണെന്ന് അവൾ പറയുന്നു. അപ്പോൾ പിന്നെ PG സ്റ്റുഡൻ്റ് ആണെന്ന് എന്തിനാണ് പറഞ്ഞത്, പിന്നെ നിന്റെ ചേട്ടനോട് നമ്മൾ എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ PG സ്റ്റുഡൻറ്റുമായി ബ്രേക്കപ്പ് ആയിട്ട് ഞാനുമായി ഒരുമിച്ചതാണെന്ന് പറഞ്ഞാലോ എന്നവൻ ചോദിക്കുന്നു. അതൊന്നും ശരിയാകില്ല, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നില്ല എന്ന് അവൾ അറിയാതെ പറഞ്ഞു പോകുന്നു. പിന്നെയാണ് അവൻ തന്നെ ടെസ്റ്റ് ചെയ്യുകയാണെന്ന് അവൾക്ക് മനസ്സിലായത്. അത് ഒരുമിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്ന് ചോദിച്ച് അവൾ തിരിഞ്ഞിരിക്കുന്നു. നീ നിന്റെ ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നെയും എന്തിനാണ് വെറുതെ ജാട ഇടുന്നതെന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു. നിനക്ക് നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു അവൾ ചോദിച്ചപ്പോൾ അവരൊന്നും അറിയാത്ത പോലെ എന്തിനെക്കുറിച്ച് അറിയാമെന്നാണ് ചോദിക്കുന്നതിനാൽ അവൾ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. തമാശയൊക്കെ കളഞ്ഞിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞ് നിനക്ക് ശരിക്കും എന്നോട് ഫീലിംഗ്സ് ഒന്നുമില്ല എന്ന് അവൻ ചോദിക്കുന്നു. കുറച്ചുണ്ടെന്നാണ് തോന്നുന്നത് എന്നവൾ പറയുന്നു. സമ്മതിച്ചതിനുള്ള അവളുടെ മടി കണ്ട് അവന് ചിരി വരുന്നുണ്ടെങ്കിലും അത് കൺട്രോൾ ചെയ്ത് മുഖത്ത് ഗൗരവം വരുത്തി ഓക്കെ എന്ന് മാത്രം പറഞ്ഞ് തിരിഞ്ഞിരിക്കുന്നു. നിനക്കിത് കേട്ടിട്ടൊന്നും തോന്നില്ലേ, എനിക്ക് ഫീലിംഗ്സ് ഉണ്ടായിട്ടും നമ്മൾ ഒരുമിക്കാൻ സമ്മതിക്കാത്ത നീ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കാൻ പറഞ്ഞത് മോശമായി തോന്നില്ല എന്ന് അവൾ ചോദിക്കുന്നു. എന്നോട് കുറച്ച് ഫീലിംഗ്സ് മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്, യെസ് പറയാൻ മാത്രം ഇഷ്ടം കാണില്ല, അതുകൊണ്ടായിരിക്കും നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അവൻ പറയുന്നു. ഞാൻ ഒരിക്കലും യെസ് പറഞ്ഞില്ലെങ്കിൽ നീ എന്തു ചെയ്യും എന്നവൾ ചോദിച്ചപ്പോൾ എങ്കിൽ നീ യെസ് പറയുന്നവരെ ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ പ്രേമിച്ച് നടക്കുമെന്ന് അവൻ പറയുന്നു. അത്രയുമൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് തൃപ്തിയാകുന്നുണ്ട്. അവൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ട് പോയത്. അവിടെ സ്റ്റാഫൊക്കെ അവൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അവന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് പാട്ട് പാടുന്നു. ജാഷു നാണക്കേട് കാരണം ഇറങ്ങി ഓടാൻ തുടങ്ങിയതാണ്. സാങ്ഷി അവനെ വിടാതെ പിടിച്ചു വലിച്ചകത്തേക്ക് കൊണ്ടുപോകുന്നു.
അവിടെ അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള സെറ്റപ്പൊക്കെ അവൾ നേരത്തെ തന്നെ അറേഞ്ച് ചെയ്യിപ്പിച്ച് വെച്ചിരുന്നു. ജാഷു ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നുണ്ട്. ഇനി നമ്മുടെ കൂടെ സ്റ്റാഫൊന്നും ഉണ്ടാകില്ല, അവർ മറ്റു ഡ്യൂട്ടിക്ക് പോവുകയാണ്, നമ്മൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ, ഞാൻ തന്നെ നിനക്കുള്ള ബർത്ത്ഡേ സ്പെഷ്യൽ ഉണ്ടാക്കിക്കൊണ്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അവനെ അവിടെ എടുത്തിട്ട് കിച്ചണിലേക്ക് പോകുന്നു. ഞാൻ കൂടെ വരാം എന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ സമ്മതിക്കുന്നില്ല. കിച്ചണിലുണ്ടായ സ്റ്റാഫും അവൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നുണ്ട്. അമ്മയുടെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിയ ബർത്ത്ഡേക്ക് മാത്രം ഉണ്ടാക്കാറുള്ള സ്പെഷ്യൽ നൂഡിൽസിൻ്റെ റെസിപ്പി അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് അവൾ നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. അവൾ എന്ത് ചെയ്യുകയാണെന്ന് നോക്കാനായി വന്ന ജാഷു അവളറിയാതെ അവിടെ നിന്ന് ഫോണിൽ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷേ കുക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തെന്ന് അവനെടുത്തെത്തിയ ശേഷമാണ് അറിയുന്നത്. അതിനു മുമ്പ് തന്നെ അമ്മയുടെ റെസിപ്പിയൊക്കെ അവൻ കണ്ടു കഴിഞ്ഞിരുന്നു. സഹായത്തിന് കൂടാമെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ അവനെ അവിടെ നിൽക്കാനിരിക്കാതെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. കിച്ചണുമായി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് അവൾക്ക് കുറെ കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്. ഒരു വിധത്തിൽ അങ്ങനെയൊക്കെ തല്ലിക്കൂട്ടി അവൾ ഒരു ന്യൂഡിൽസ് റെഡിയാക്കി അതുമായി അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ ഭംഗിയുമുണ്ട്. പക്ഷേ കഴിക്കേണ്ട, വെറുതെ ഒരു ഫോട്ടോ എടുത്താൽ മാത്രം മതി, കഴിക്കാൻ കൊള്ളില്ല എന്ന് അവൾ തന്നെ പറയുന്നു. ഫോട്ടോ എടുക്കാൻ പോസ്റ്റ് അവൻ പക്ഷെ അത് കഴിക്കുന്നുണ്ട്. അവൾ ശരിക്കും ഷോക്കായിട്ട് അത് കഴിക്കാൻ കൊള്ളാമെന്ന് ചോദിക്കുന്നു. നന്നായിട്ടുണ്ട് പറഞ്ഞ് അവൻ പിന്നെയും കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയെങ്കിലും അവൻ സമ്മതിക്കുന്നില്ല. ഇത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, ഞാൻ തന്നെ ഇത് മുഴുവൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ അവൾക്ക് കൊടുക്കുന്നില്ല. അപ്പോൾ പിന്നെ കൊള്ളില്ലായിരിക്കുമെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും നല്ലതാണെന്ന് പറഞ്ഞ് അവനത് മുഴുവൻ കഴിക്കുന്നു. അപ്പോഴേക്കും അവൾ കേക്കിൽ മെഴുകുതിരി വെച്ചിട്ട് ഈ വർഷം 3 ആഗ്രഹങ്ങൾ പറയാനുള്ള ചാൻസ് ഉണ്ട്, 2 ഉറക്കെ പറയണം, 1 മനസ്സിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മെഴുകുതിരി കത്തിക്കുന്നു. എനിക്ക് ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, അത് ഞാൻ മനസ്സിൽ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവൻ കണ്ണടച്ചിരിക്കുന്നു. അവൻ കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ആഗ്രഹിച്ചതെന്ന് അവൾ ചോദിച്ചപ്പോൾ അത് നിനക്കും അറിയാമെന്നാണ് അവൻ പറഞ്ഞത്. ഗേൾഫ്രണ്ട് ആകാൻ താൻ സമ്മതിക്കുന്നതിനെ കുറിച്ചാണ് എന്ന് മനസ്സിലായ അവൾ ആ ആഗ്രഹം സാധിക്കാൻ വളരെ എളുപ്പമാണ്, എൻ്റെ ആൻസർ യെസ് എന്നാണെന്ന് പറയുന്നു. അവൻ വിശ്വാസം വരാതെ ഒന്നുകൂടി എടുത്തു ചോദിക്കുന്നുണ്ട്. ഇനിയുള്ള നിന്റെ എല്ലാ ബർത്ത്ഡേക്കും നിന്റെ കൂടെ ഉണ്ടാകണമെന്നാണ് എൻ്റെ ആഗ്രഹം, എനിക്കതിന് സാധിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. തീർച്ചയായും സാധിക്കുമെന്ന് അവൻ പറയുന്നുണ്ട്. അവൾ കേക്ക് കട്ട് ചെയ്ത സമയത്തൊക്കെ അവൾ യെസ് പറഞ്ഞതിന്റെ സന്തോഷത്തിൽ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. അവൾ കേക്ക് കട്ട് ചെയ്ത ഒരു പീസ് അവന് കഴിക്കാൻ നൽകിയപ്പോൾ അവനത് വാങ്ങി വെച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നു. അവളെയും എഴുന്നേൽപ്പിച്ച് അടുത്തേക്ക് ചെന്ന് ചെറുതായി ഒന്ന് കിസ് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഒഫീഷ്യലായി റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടുപേർക്കും തുടക്കത്തിൻ്റെ കൺഫ്യൂഷൻ നന്നായിട്ടുണ്ട്. എനിക്കിതൊന്നും തീരെ പരിചയമില്ല, ആദ്യമായിട്ടാണ് ഞാനൊരു റിലേഷൻഷിപ്പിലാകുന്നത്, അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ആരെങ്കിലും ഇത്രയധികം ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് എന്നെ ഉപേക്ഷിച്ച് പോകാമെന്ന് വിചാരിക്കുക വേണ്ട എന്ന് അവൻ പറയുന്നു. അവൾ മറുപടി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് നിന്നേ ഉള്ളൂ. ഡിന്നർ കഴിഞ്ഞ് രണ്ടുപേരും കൂടി അതിനടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിൽ പോയി കുറച്ച് സമയം ഇരിക്കുന്നു. അവൻ കൂടുതൽ സമയം അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ നോക്കിയിരിക്കുന്നത് എന്താണെന്ന് അവൾ ചെറിയ ചമ്മലോടെ ചോദിക്കുന്നു. നീ ഇത്ര പെട്ടെന്ന് എസ് പറയുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നതല്ല എന്നവൻ പറഞ്ഞപ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലാണെന്ന് എനിക്ക് തോന്നി, നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന നിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേ ആണിത്, അതേപോലെ തന്നെ നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ ദിവസവും, ഇനി മുതൽ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാക്കും എന്നവൾ പറയുന്നു. ഞാൻ നിന്നോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ ഫാമിലി സിറ്റുവേഷനെ കുറിച്ചൊക്കെ നിനക്കൊന്നും അറിയില്ലല്ലോ. എൻ്റെ അമ്മ മരിച്ചു പോയതാണ്, അച്ഛൻ വർഷങ്ങളായി കോമയിലാണ്, അദ്ദേഹം നേരത്തെ മദ്യപിച്ച് വണ്ടി ഓടിച്ച ഒരാളെ കൊന്നിരുന്നു, അതിൻ്റെ കോമ്പൻസേഷനൊക്കെ ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, എനിക്ക് സ്വന്തമായി വീടില്ല, പക്ഷെ ഒരു കാറുണ്ട്, കുറച്ച് സേവിങ്സും ഉണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. അവൾ മറുപടി ഒന്നും പറയാതിരിക്കുന്നത് കണ്ട് ഞാൻ ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന് അവൻ ചോദിക്കുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, ഇതിനെക്കുറിച്ച് പറയുന്നത് ചേട്ടന് വിഷമം ഉണ്ടാക്കുമോ എന്നാണ് ഞാൻ ചിന്തിച്ചതെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ നീ ഇതൊക്കെ മൈൻഡ് ചെയ്യുമോ എന്ന് കുറച്ച് ടെൻഷൻ ഉണ്ടെന്ന് അവൻ സമ്മതിക്കുന്നു. ഞാനിതൊന്നും മൈൻഡ് ചെയ്യില്ല, എനിക്കിതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നവൾ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ സംസാരിച്ചുകൊണ്ട് കുറേ സമയം അവിടെ തന്നെ ഇരുന്ന ശേഷമാണ് അവർ പോയത്. ആ വീക്കെൻഡിൽ ഹോസ്റ്റലിൽ കറണ്ടില്ലാത്ത കാരണം സാക്ഷി ലൈബ്രറിയിൽ പോയിരുന്നു. പഠിക്കാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ജാഷു അവളുടെ ഫോണിലേക്ക് വിളിച്ച് എവിടെയാണ്, ഇന്ന് ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. ലൈബ്രറിയിൽ പോകണം, പഠിക്കാനുണ്ട്, നമുക്ക് മറ്റൊരു ദിവസം പോകാമെന്ന് പറഞ്ഞ് അവൾ തൽക്കാലം ഒഴിഞ്ഞു മറന്നു. പക്ഷെ അവൾ മുന്നോട്ട് നിർത്തുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്ന അവനെ കാണുന്നു. കറണ്ടില്ലാതെ നീ ഇവിടെ നിന്ന് പഠിക്കാൻ പോവുകയാണ്, ലൈബ്രറിയിലെ സീറ്റൊക്കെ എപ്പോഴേ ഫുള്ളായി കാണും, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം, നിനക്ക് അവിടെ ഇരുന്ന് റിവിഷൻ നടത്താമെന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. വീട്ടിലേക്കാണെന്ന് കേട്ടപ്പോൾ കുറച്ച് സംശയിച്ചാണ് അവൾ കൂടെ പോയത്. അവൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാനായി അതിനുവേണ്ട സാധനങ്ങളും വാങ്ങിയാണ് അവൻ വന്നത്. അവളോട് ബെഡ്റൂമിൽ പോയി പഠിച്ചോളാൻ അവൻ പറഞ്ഞപ്പോൾ ഹാളിൽ ഇരുന്നോളാം എന്നവൾ പറയുന്നു. ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്, അപ്പോൾ നീ ഇവിടെ ഇരുന്നാൽ നിനക്ക് പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ അകത്തെ മുറിയിൽ കൊണ്ടിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് നീ എന്ത് ചെയ്യാൻ പോവുകയാണ് അവൾ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ ബെഡിലേക്ക് ഇരിക്കുന്നു. അവൾ ബുക്കൊക്കെ മാറ്റി വെച്ചിട്ട് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ നന്നായി കാണാനായി മുഖം മുന്നിലേക്ക് കാണിച്ച് കണ്ണുമടച്ച് നിൽക്കുന്നു. ഇവളിത് എന്തുദ്ദേശിച്ചാണെന്ന് ജാഷു സംശയിച്ചിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ ജാഷുവിൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സാക്ഷി ഒരു ഷോപ്പിൽ ചെന്ന് ഒരു ഫോട്ടോ കാണിച്ചിട്ട് അതേപോലുള്ള കേക്ക് റെഡിയാക്കാൻ ഓർഡർ നിൽക്കുന്നു. ആ സമയത്ത് അമ്മ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. ബർത്ത്ഡേക്ക് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ നൂഡിൽസിൻ്റെ റെസിപ്പി അമ്മയോട് അവൾ നേരത്തെ ചോദിച്ചിരുന്നു. ആ സമയത്ത് തിരക്കായതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ തിരിച്ചു വിളിച്ചത്. ആരുടെ ബർത്ത്ഡേ ആണെന്ന് ചോദിച്ചപ്പോൾ ജാഷുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അവൾ പറയുന്നു. ജാഷു ഇവിടെ തനിച്ചല്ലേ, എനിക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തു തന്നല്ലേ, അതുകൊണ്ട് ബർത്ത്ഡേക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ കരുതി. അമ്മ ഉണ്ടാക്കുന്നത്ര നന്നായിട്ട് മറ്റാരും അത് ഉണ്ടാക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് അമ്മയുടെ തന്നെ റെസിപ്പി ചോദിച്ചത് എന്നവൾ പറയുന്നു. റെസിപ്പി എഴുതി അയച്ചു തരാമെന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെയാണ് അവൾക്ക് നൂഡിൽസിൻ്റെ റെസിപ്പി കിട്ടിയത്.